والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه أجمعين أما بعد. ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, യാ അത്വലൽ അംബിയാഇൽ ഉമ്മ, ഈ ഭൂമിയിൽ ദീർഘമായ കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ പ്രവാചകരെ, കൈഫ വജദത ദുനിയ, എങ്ങനെയുണ്ട് ഈ ദുനിയാവ്, എങ്ങനെയുണ്ട് ഈ ലോകം? അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വജദതുഹാ കദാരിൻ ലഹാ ബാബാനി, അതൊരു വീട് പോലെ എനിക്ക് തോന്നി, രണ്ട് വാതിലുകൾ അതിലുണ്ട്, രണ്ട് വാതിലുകളുള്ള, രണ്ട് വഴികളുള്ള ഒരു വീട് പോലെ എനിക്ക് തോന്നി എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ദഖൽതു സുമ്മ ഖറജതു, ഒരു വാതിലിലൂടെ അകത്തേക്ക് കിടക്കണം, മറ്റേ വാതിലിലൂടെ പുറത്തേക്ക് വരും. എത്ര നിസ്സാരമായിട്ടാണ് ഈ ദുനിയാവിനെ ഒന്ന് പരിചയപ്പെടുത്തിയത്. ആരാണ് 950 വർഷക്കാലം ദഅവത്ത് ചെയ്യാൻ, പ്രബോധനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു പ്രവാചകന്റെ വാക്കുകളാണ് നമ്മൾ ചിന്തിക്കുക. 60-70 വർഷക്കാലം ജീവിക്കുന്ന നമ്മളോട് എങ്ങനെയുണ്ട് ഈ ദുനിയാവ്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് വാചാലമാവും, അല്ലെ? നമുക്ക് കുറെ പറയാനുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, രണ്ട് വാതിലുകളുള്ള ഒരു വീട്, ഒരു വാതിലൂടെ അകത്തേക്ക് കയറും, മറ്റേ വാതിലൂടെ പുറത്തേക്ക് കടക്കാം. അവൻ നിസ്സാരമായ ഈ ദുനിയാവ്, തുച്ഛമായ ജീവിതം അല്ലാഹു നമുക്ക് നൽകിയത് ഒരാനേക്ക് വലിയ ഒരു ലോകത്തേക്കുള്ള, വലിയൊരു ജീവിതത്തിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടത് ഈ തുച്ഛമായ 60-70 വർഷത്തെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമലുകളെ കുറിച്ച് ചിന്തിക്കുക. നാളെ മരണാനന്തരം പോയി കിടക്കേണ്ട, ഒറ്റയ്ക്ക് കഴിയേണ്ട ഖബറിനെ കുറിച്ച് ചിന്തിക്കുക. തുടർന്നുള്ള ഓരോ കടമകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അല്ലാഹു നമുക്കൊക്കെ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും അല്ലാഹു പരലോകത്തിന്റെ എല്ലാ സുഹൃത്തുക്കളും ചെയ്യാനുള്ള പരലോക വിജയികളിൽ അല്ലാഹു അടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി.